അപ്പോൾ ഇതാണ് എൻ്റെ മോള്. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്, നാളെ മോൾ ഇരുന്ന് തന്നാൽ മോളുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന്. ഒരുപാട് ഒന്നും എനിക്കിന്ന് പറയേണ്ടി വന്നിട്ടില്ല, വന്നിരുന്നു തന്നു. ആദ്യത്തെ ഹെയർ സ്റ്റൈല് ഞാൻ മിഡിലാണ് പാർട്ടീഷൻ എടുക്കുന്നത്. എന്നിട്ട് ചെറിയൊരു ലെയർ, ഒരുപാട് എടുക്കുന്നില്ല, നമുക്ക് പിന്നാൻ വേണ്ടത് മാത്രം. അപ്പോൾ ഞാൻ എടുക്കുന്ന സെക്ഷൻ നിങ്ങൾ കണ്ടില്ലേ, അത്രയും മുടി മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് സാധാരണ നമ്മൾ പിന്നുന്നില്ലേ, അതുപോലെ പിന്നുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ കറണ്ട് പോയി, അതാണ് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയത് നിങ്ങൾ കണ്ടത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പിന്നി നല്ല പോലെ ടൈറ്റ്ലി പിന്നി വരണേ, അപ്പോഴാണ് ഈ ഹെയർ സ്റ്റൈൽ കാണാൻ ഭംഗി. സ്മോൾ ഹെയർ ഉള്ളവരെല്ലാം ഈ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യണേ, നല്ല ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. മോക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അടിപൊളി അമ്മയെ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്കിതുപോലെ കെട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മോള് ഹെയർ ഒന്നും ചെയ്യാറില്ല, എന്നെപ്പോലെ തന്നെ മുടി അഴിച്ചുവിട്ട് പോകുന്ന സ്വഭാവമാണ് മോക്കും. അപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കെട്ടിത്തരണം എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഞാൻ ടിക് ടാക്ക് ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. സെയിമാണ് ഞാൻ അപ്പുറം സൈഡും ചെയ്യുന്നത്. കുറച്ച് ഇപ്പുറം ഭാഗം എടുത്ത പോലെ മുടിയെടുത്തിട്ട് അതുപോലെ പിന്നി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിൽ നിന്ന് തന്നെ പിന്നി വരുന്നത് പോലെ പിന്നണം, എന്നിട്ട് കുറച്ച് ടൈറ്റിൽ പിന്നണം. പിന്നിട്ട് ഞാനിപ്പോൾ പിറകിലോട്ട് കൊണ്ടുപോയി കുത്തിയതുപോലെ പിന്നെ കുത്തി കൊടുക്കാം. ടിക് ടാക്ക് ക്ലിപ്പായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ അപ്പുറത്തെ സൈഡും ഞാൻ പിന്നി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട്, കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ടാക്കി, അല്ലെങ്കിൽ ലോങ് വീഡിയോ ആവും, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി, ഒരുപാട് വീഡിയോ ലെങ്താക്കിയിട്ട് കാര്യമില്ല. കണ്ടില്ലേ, ക്യൂട്ടായിട്ടില്ലേ? മോൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, സെയിം ഹെയർ സ്റ്റൈലിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നി കൊടുത്തിട്ടേ അത് അവിടെ നിൽക്കട്ടെ, അതവിടെ നമുക്ക് രണ്ട് പിന്നിയ ഭാഗവും ക്ലിപ്പ് ഇട്ടിട്ട് അവിടെ ഒതുക്കി വെക്കാം. വേറെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അത് ഞാൻ മോളുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയില്ലേ, ഇതാ ചെവീൻ്റെ രണ്ട് ചെവീൻ്റെ സൈഡിൽ നിന്നും ഞാൻ ഹെയർ എടുക്കുന്നുണ്ട്. ഹാഫ് ഓഫ് പൊണിറ്റെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നില്ലേ, അതുപോലെ കുറച്ച് ഹെയർ ഞാൻ എടുക്കുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നും. എന്നിട്ട് ആ ഹെയറൊക്കെ നല്ലപോലെ ചീകി കുറച്ച് മുകളിലോട്ട് കൊണ്ടുപോയിട്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കണേ റബ്ബർ ബാൻഡ്, അപ്പോഴേ ഹെയർ നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ. ഇന്ന് എൻ്റെ ചെറിയ മോൾക്ക് വാക്സിൻ വെച്ച ദിവസമാണ്, 1.5 മാസത്തിലെ 17 മന്ത് പൂർത്തിയായി. അപ്പോൾ ഭയങ്കര വേദന കൊണ്ട് കരയായിരുന്നു. ഞാൻ വിചാരിക്കുന്നു ഓരോ വാക്സിൻ കാരണം അതൊക്കെ മരുന്നിൽ ഒതുക്കിയെങ്കിൽ എന്ത് നല്ലതായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഈ വേദന സഹിക്കണ്ടല്ലോ കുട്ടികൾ വേദന സഹിച്ച് കാണുമ്പോൾ നമുക്കൊരു സങ്കടം തന്നെ. അപ്പോൾ ഞാൻ ടൈറ്റാക്കി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നേരത്തെ ക്ലിപ്പിട്ട് കൊടുത്തില്ലേ ഹെയർ, അത് ഞാൻ എടുത്തു. എന്നിട്ട് കണ്ടോ, ഒരു ഭാഗത്തെ ക്ലിപ്പ് എടുത്തത് ആ പോണി ടൈലിൻ്റെ ഉള്ളിൽ കാണാത്ത രീതിയിൽ അവിടെ ടിക് ടാക്ക് ക്ലിപ്പ് ഇട്ട് കൊടുത്തു. അതേപോലെ അപ്പുറത്തെ സൈഡിൽ ആ പിന്നി വെച്ച ഹെയറും അതുപോലെ ടിക് ടാക്ക് ക്ലിപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കെട്ടിയ ഹെയർ കൊണ്ട് അത് ഹൈഡാക്കി. കണ്ടില്ലേ, ഇതാണ് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. സെയിം ഹെയർ സ്റ്റൈലിൽ നിന്നുള്ള സെക്കൻഡ് ഹെയർ സ്റ്റൈൽ. ഇതും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മോക്കും എന്നെ പോലെയാണ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല, ചെറിയ മുടിയൊക്കെ മുമ്പിലോട്ട് ഇടുന്നതാണ് അവൾക്കും ഇഷ്ടം, അതാണ് ഈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഹെയർ സ്റ്റൈലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി തേർഡ് ഹെയർ സ്റ്റൈൽ നോക്കാം. ലാസ്റ്റ് ഹെയർ സ്റ്റൈലാണ്. അതിനു വേണ്ടി ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുക്കുന്നതേ ഉള്ളൂ. അത് പിന്നെ അവൾക്ക് മുമ്പിൽ കുറച്ച് ഹെയർ ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒരു മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് കുഞ്ഞു മുടി കുറച്ചധികം ഉണ്ടെന്ന് മോള് പറയുന്നുണ്ടായിരുന്നു. അവൾ ഒരു എന്തോ ഒരു കട്ട്, എനിക്ക് പേര് കിട്ടുന്നില്ല, അവർ കട്ട് ചെയ്തതിന് ഒരുപാട് കുഞ്ഞു മുടിയാണ് ഉള്ളത്. അപ്പോൾ ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ചധികം മുടി തന്നെ ഇടേണ്ടി വരും. നല്ല ക്യൂട്ടാണ് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ, കുട്ടികൾക്കൊക്കെ നല്ല ക്യൂട്ടാണ്. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ, ഇനി അടുത്ത കൊല്ലം 10ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ,
ഈ ഹെയർ സ്റ്റൈൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. മോൾ ലാസ്റ്റ് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ അമ്മക്ക് ഫസ്റ്റ് തന്നെ മിഡിൽ പാർട്ടീഷൻ എടുക്കാതിരുന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ രണ്ടാൾ ഇടയ്ക്ക് ചിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഞാൻ കുറച്ച് ഹെയർ എടുത്തിട്ട് അവൾ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും കുറച്ച് ഹെയർ എടുത്തു. അപ്പോൾ അവൾ വിചാരിച്ചു വേറെന്തോ ഞാൻ ചെയ്യാൻ പോവാണെന്ന്. പക്ഷെ ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല ഗൈസ്, നേരെ ഓപ്പോസിറ്റായിരുന്നു. ഇപ്പുറത്തെ സൈഡ് ഞാൻ ഹെയർ എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു അപ്പുറത്തെ ഹെയറും തന്നേന്ന്. അതാണ് മോൾ പറയുന്നത്, എന്നാൽ പിന്നെ ഫസ്റ്റ് തന്നെ അമ്മക്ക് ഒന്നിച്ച് തന്നെ എടുത്താൽ മതിയായിരുന്നില്ലേ. ഇങ്ങനെ എടുത്തിട്ട് സാധാരണ നമ്മൾ പോണിറ്റെയിൽ കെട്ടുന്നത്, അതായത് മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നതല്ല ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉണ്ടക്കെട്ട് പോലെ കെട്ട് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ജീൻസ് ടോപ്പ് അതുപോലെ അങ്ങനെയുള്ള വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിതിനെ പറയുന്നത് പിന്നെ ഹാഫ് ഓഫ് ഉണ്ടക്കെട്ട് എന്നാണ് ഞാൻ പറയാറ്. നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് പറഞ്ഞോളൂ. കണ്ടോ, പകുതി ഹാഫ് ഓഫ് ഉണ്ട പോലെ കെട്ടിയിട്ട് അത് കുറച്ച് ടൈറ്റാക്കി കൊടുക്കുന്നു. മോൾക്ക് ഈ ഹെയർ സ്റ്റൈൽ കാണുമ്പോൾ ചിരിയാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു മോളെ ചിരിക്കണ്ട, ഇത് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി, ഇടയ്ക്ക് ഇതും ട്രൈ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ എന്താ ക്യൂട്ടില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറച്ചും കൂടി ക്യൂട്ടാവാം ഈ ഒരു ക്ലച്ചറും കൂടി വെച്ച് കൊടുക്കാം നമുക്ക്. സ്റ്റൈലൻ ക്ലച്ചർ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റൈലൻ ക്ലച്ചറും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഹെയർ സ്റ്റൈൽ. ഇതോടുകൂടി ഇന്നത്തെ ഹെയർ സ്റ്റൈൽ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോ ഇനിയും ചെയ്യണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ കാണാൻ വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.